നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന NH66 നമ്മൾ മന്നലാകുന്ന് ഭാഗം മുതൽ ചാവക്കാട് വരെ സർവീസ് റോഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സർവീസ് റോഡിൽ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്യണവർ വളരെ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോഴും നമ്മൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും മെയിൻ വർക്ക് കഴിയാത്ത കാരണം ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വളരെ സ്പീഡിലും ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. പലയിടത്തും അപകടങ്ങൾ സംഭവിച്ചിട്ടും അതുപോലെ ചില സ്ഥലങ്ങളിൽ അതുപോലെ ഈ വർക്ക് കഴിയാതെ തന്നെ ചില സൈഡിൽ കുഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ വളരെ അമിതമായ സ്പീഡിൽ ഒക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ടുവരിക. ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഓരോ സെക്ഷനായിട്ട് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ ചാവക്കാട് മുതൽ മന്നലാകുന്ന് വരെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡ് മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. മെയിൻ ഹൈവേ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ വർക്കുകൾ അവിടെ ഇവിടെ പെൻഡിങ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി വരണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ താഴെ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ ഓപ്പോസിറ്റ് വരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുന്നതാണ് നല്ലത്. ചില സ്ഥലങ്ങളൊക്കെ റോഡൊക്കെ വളരെ മോശമായിരിക്കണം. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ അവസ്ഥയിലാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താ പറയുക, പുതിയ റോഡ് പണിത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സർവീസ് റോഡിൻ്റെ തന്നെ മെയിൻ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ മഴ പെയ്തിട്ട് ആകെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗട്ടറൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ല ഇടിമുട്ടി ഗട്ടറുകളുണ്ട്. അപ്പോൾ ആകെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ നാടിന്റെ അഭിമാനം നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. സുഖയാത്ര സമയം ലാഭം, കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം, എന്തു മനോഹരമായ റോഡ്. നമ്മുടെ നാടിന്റെ അഭിമാനം. ചില ഭാഗങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് റോട്ടിൽ നിന്ന് കയറി വരുന്ന വണ്ടികൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന, നമ്മൾ പെട്ടെന്ന് ശരിക്കും പേടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് അവർ കയറി വന്നത്. അവർക്കൊരു നോട്ടം പറഞ്ഞില്ല. അവർ ചിലപ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എവിടേക്ക് എടുക്കണമെന്ന് ഒരു പിടുത്തമില്ല. ആ രീതിയിലുണ്ട് കയറി വരും. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ വീടുള്ള ആൾക്കാരാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാവും ചിലപ്പോൾ നല്ല രീതിയിലേക്ക് ഈ ഒരു ഇതൊക്കെ മാറി വരുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി അവസ്ഥയിലാണ്. ചിലപ്പോൾ നമ്മളെ വണ്ടിയുടെ അവസ്ഥകളൊക്കെ വളരെ ബുദ്ധിമുട്ടായി മാറും. ഇപ്പോൾ നമ്മൾ എടക്കഴിയൂർ ഭാഗത്താനായി. അപ്പോൾ എടക്കഴിയൂർ ഭാഗത്ത് നമ്മൾ ഒരു സിംഗപ്പൂർ പാലസൊക്കെ ഉണ്ടായിരുന്ന സിംഗപ്പൂർ പാലസിൻ്റെ ഒക്കെ പകുതി പോയോടുത്താണ് അവസ്ഥയാണ്. ഇപ്പം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. ആകെ ആ ഫ്രണ്ടേജ് മൊത്തം പോയി. എത്രത്തോളം ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ മണ്ഡപമൊക്കെ അടിപൊളിയായിരുന്നു. ആ മണ്ഡപത്തിനെ
ഫ്രണ്ടേജ് എന്താ പറയുക ഒന്നും ഇല്ലാതായിപ്പോയി. അപ്പോൾ അതേപോലെ ഒരുപാട് വീടുകളും ഒരുപാട് കാര്യങ്ങൾ പോയി. നമ്മളെ വികസനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതിൽ നമ്മൾ അതുകൊണ്ട് കണ്ണുമ്പി സഹിച്ച്. പക്ഷെ അവർക്ക് എന്തായാലും വലിയ നല്ല രീതിയിൽ തന്നെ വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടുകയും ഒക്കെ ചെയ്ത് അവർ പലവരും പല സ്ഥലങ്ങളിൽ പോയി താമസം മാറിയും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും നമ്മളെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഒരു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്ക് കുറ്റിപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അവിടെ നമുക്ക് ഒരു സൈഡിൽ വണ്ടി നമുക്ക് ഇടിഞ്ഞു വീണ ഒരു സ്ഥലമുണ്ട്. അവിടെ വണ്ടിയല്ല പാലിടിഞ്ഞു വീണ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ റോഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് എത്താൻ 1.5 മണിക്കൂർ അമ്മാതിരി പെടാം. പിന്നെ സ്പീഡ് ലിമിറ്റൊക്കെ അവർ ആദ്യം 100 എഴുതി വെച്ചിട്ടൊക്കെ ബോർഡൊക്കെ മാറ്റി ഇപ്പോൾ 50, 80 ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതാണ്ടില്ല, ഇതൊക്കെയാണ് അവസ്ഥ. നമ്മളെ മുന്നിട്ടിട്ട് തന്നെ കാറ് തിരിക്കുക ഒഴിക്കുക അങ്ങോട്ടാക്കുക എന്താ ചെയ്യുക. മനോഹരമായി സുഖയാത്ര സമയം ലാഭം. നമുക്ക് ഈ പാലത്തിൻ്റെ താഴെ കൂടെ കടന്നു കഴിഞ്ഞാലാണ് നമുക്കിവിടെ ജാറുണ്ട്, അതുപോലെ ഇടയ്ക്ക് ഒരു പള്ളിയൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സർവീസ് റോഡ് വഴി ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പൊന്നാനിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർവീസ് റോഡിൽ കൂടെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഇടയ്ക്ക് ഒരു പള്ളിയൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. നമ്മുടെ നാടിൻ്റെ അഭിമാനം ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവങ്ങൾ ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ ഈ അനുഭവം. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം. എന്തു മനോഹരമായ റോഡ്. വബടുള്ളോടു നമ്മുടെ നാടിൻ്റെ അഭിമാനം. വബടുള്ളോടു നമ്മുടെ നാടിൻ്റെ അഭിമാനം. ഇവിടെയൊക്കെ മെയിൻ റോഡ് നമുക്ക് ഓപ്പണായി കിടന്നിരുന്നായിരുന്നു. ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുക. ചില ഏരിയകൾ വർക്ക് കഴിയാത്തതുകൊണ്ടാണ്. പക്ഷേ അത് വർക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരെന്തിനാണ് ക്ലോസ് ചെയ്തതെന്ന് മനസ്സിലാവണില്ല. എന്തായാലും ഞാൻ അതിൻ്റെ മെയിൻ്റനൻസ് വല്ലതും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല. കുറച്ച് മുന്നേ അതേപോലെ ഇടിഞ്ഞ് വേണ്ട ഒരു സാഹചര്യങ്ങൾ മഴയുടെ സമയത്ത് വന്നിരുന്നു. ഇപ്പോൾ അത് റിപ്പയറിങ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചാവക്കാട് കടന്ന് പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാരമില്ല. മുഖരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. ഈ ഭംഗിയിൽ മഷിയേ ആരമില്ല. മുഖരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. എല്ലാതിനുമുപരി ഈ വഴികൾ നുക്കരോട് ശുശ്രൂഷായി നമുക്കൊരു സമ്മാനം.
ഈ കാണുന്ന വീടൊക്കെ എത്ര ബാക്കിലായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിൽ കയറി. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ശിവക്ഷേത്രം ഉണ്ട്, അതുപോലെ മണത്തല പള്ളി. ഇതൊക്കെയാണ് നമ്മളെ ചാവക്കാടിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ ചില നമുക്ക് അമ്പലം അതുപോലെ പള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി സ്ഥലങ്ങൾ ചെറിയ തോതിലുള്ള ചെറിയ മെയിൻ്റനൻസ് വർക്കും കൂടി കഴിയാനുണ്ട്. പിന്നെ മെയിൻ റോഡൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ തന്നെ അത് ഓപ്പൺ ആക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ആ ഭാഗം കൂടി കുറച്ച് ഫ്രണ്ടിൽ പോയി നമുക്ക് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ നമുക്ക് അങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള ഇതൊക്കെ ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ നല്ല പടപടച്ച് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഉണ്ട് ഒരു ബോർഡ് ഇരിക്കുന്നത്, ഇടത്തെ സൈഡിൽ വലത്തെ സൈഡിൽ അവിടെ ഒരു വലിയൊരു കുണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല പടച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് അതിലേക്ക് ചാടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തോളൂ. എന്തായാലും ഈ യാത്ര നിങ്ങൾ അടിപൊളിയാക്കണമെങ്കിൽ നമുക്ക് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊളിച്ചടക്കിയിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ശിവക്ഷേത്രം എത്തി. ശിവക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ മണത്തല പള്ളിയിൽ, അത് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ചാവക്കാട് റോഡ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി മണത്തല പള്ളി കൂടി കണ്ടുവരാം. മനസ്സില്ലാതെ രാഷ്ട്രീയത്തെ മറന്നു പോകാം. പാതകൾ തമ്മിൽ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാ. ഈ പാതയുടെ ഓരങ്ങൾ, പുഴകൾ കടന്നു കടലാളങ്ങൾ, ഭാവിയിൽ വരും പുതുയാത്രകൾ സേവിക്കുന്നതും ഇന്ന പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി. ഇവിടുന്ന് ഇങ്ങോട്ട് മണത്തല വരെ വർക്കുകൾ സർവീസ് റോഡ് ബ്ലോക്കാണ്. അപ്പോൾ അത് മെയിൻ മുന്നത്തെ റോഡ് വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇവരെ സാധനങ്ങളും ഇവരെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. NH-ൻ്റെ അവരെ ശിവാലയുടെ കമ്പനിയുടെ ആൾക്കാർ ഇതാവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ. അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് കാണുന്ന ബെല്ലൈക്കണൊന്ന് അടിച്ചിട്ടോ. അപ്പം നമ്മളെ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ കോഴിക്കോട് മുതൽ നമ്മൾക്ക് കുറ്റിപ്പുറം വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊന്നാനി മുതൽ നമ്മൾ കുറ്റിപ്പുറം വരെ ചെയ്തിട്ടുണ്ട്. കുറ്റിപ്പുറം മുതൽ നമുക്ക് ചാവക്കാട് മുതൽ കോഴിക്കോട് വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫത്താൻ. ബൈ.